ലൈഫ് മിഷൻ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. സാധാരണക്കാരായ ജനങ്ങൾക്ക്, മധ്യവർഗത്തിൽ വരുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് കിടപ്പാടമില്ലാത്തവർക്ക് സ്വന്തമായിട്ട് വീട് വെച്ചു കൊടുക്കുക എന്ന ഒരു കേരള സർക്കാർ പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. 2016 നവംബർ 10 ആരംഭിച്ച ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇന്നും നിരവധി വീടുകൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നു കേരള സർക്കാർ ജനങ്ങൾക്കായിട്ട്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ലൈഫ് മിഷൻ പദ്ധതി, ആർക്കൊക്കെയാണ് ഇതിന് അർഹതയുള്ളത്, ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കാൻ ആർക്കൊക്കെയാണ് യോഗ്യതയുള്ളത്, അതുപോലെ തന്നെ ഈ പദ്ധതി പ്രകാരം വീട് ലഭിക്കാനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്, അങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ലൈഫ് മിഷനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെ ലൈഫ് മിഷനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ്. സർക്കാരിന്റെ നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ലൈഫ് മിഷൻ 2016 ആരംഭിക്കുന്നത്. സാധാരണക്കാർക്ക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്നൊരു ബേസിക് കോസ് ആണ് ലൈഫ് മിഷന്റെ പുറകിൽ ഉള്ളത്. അതായത് ഒരുപാട് ആളുകൾ 2016 മുമ്പ് വരെ ഒരുപാട് ആളുകൾ വീടില്ലാതെ അലഞ്ഞിരുന്ന് കിടക്കുന്ന, കടത്തണ്ടയിലും മറ്റും കിടക്കുന്ന, സ്വന്തമായിട്ട് കിടപ്പാടമില്ലാത്ത അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിച്ച്, അങ്ങനെ എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുക, 4 ചുവരിന്റെ ഒരു സെക്യൂരിറ്റി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെക്യൂരിറ്റി, അത് സാമൂഹികപരമായിട്ടായാലും അവർക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഒരു വീട് വെച്ച് കൊടുക്കുക എന്നതിലപ്പുറത്തേക്ക് അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക, അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ട്, അവർക്ക് എന്തൊക്കെയാണ് സ്കിൽ ഉള്ളത് അതെല്ലാം ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ട്, അതിനെല്ലാം കൃത്യമായിട്ടുള്ള പ്രചോദനം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. അവർ പിന്നിൽ നിൽക്കേണ്ട ആളുകളല്ല, അവർ മുന്നിൽ നിൽക്കേണ്ട ആളുകളാണ് എന്ന രീതിയിൽ അവർക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ലൈഫ് മിഷൻ പദ്ധതിക്ക് ഉണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം വീട് രഹിത കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നാണ് ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം ഒരുക്കി കൊടുക്കുക എന്നതാണ് ലൈഫ് മിഷന്റെ പ്രധാന ഉദ്ദേശം. അതായത് ഭൂമിയില്ലാത്ത, അതുപോലെ തന്നെ വീടുമില്ലാത്ത ആളുകളെ സഹായിക്കുക, സ്ത്രീകൾക്ക് വീടിന്റെ ഓണർഷിപ്പ്, അതായത് വീടിന്റെ ഉടമസ്ഥാവകാശം സ്ത്രീകൾക്ക് നൽകുക, മാത്രമല്ല വളരെ പാരിസ്ഥിതിക സൗഹാർദ്ദമായിട്ട്, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായി അഫോർഡബിളുമായിട്ടുള്ള വീടുകൾ കെട്ടിപ്പടുക്കുക, അതുപോലെ തന്നെ വീട് നിർമ്മാണ പദ്ധതി പ്രകാരം തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും നൽകുക, സമൂഹത്തിൽ കൂടുതൽ സമത്വവും സുരക്ഷിതാവസ്ഥയും ഒരുക്കുക. ഇതൊക്കെയാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതുവരെയുള്ള ഒരു പ്രോഗ്രസ് എന്താണ്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഏകദേശം എത്ര വീടുകൾ വെച്ച് നൽകി, അങ്ങനെ എത്ര വീടുകൾക്ക് ഇനി വെച്ച് നൽകാറുണ്ട്, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇനിയുള്ള ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2025 ഫെബ്രുവരി മാസം വരെ ആവുമ്പോഴേക്കും 3,75,631 വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇതുവരെ വെച്ച് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 1,33,124 വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷൻ. ഇത്രയും വീടുകളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 കൂടി 6,50,000 വീടുകൾ വെച്ച് നൽകുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം. മാത്രമല്ല ഈ ഒരു പദ്ധതി ആരംഭിച്ചത് മുതൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം മനസ്സോട് ഇത്തിരി മണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട്, അതായത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ആരംഭിച്ച മറ്റൊരു ക്യാമ്പയിനാണ് മനസ്സോട് ഇത്തിരി മണ്ണ്. അതായത് ജനങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ, കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അത്തരത്തിൽ എക്സ്ട്രാ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അത് ഈ പദ്ധതിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ സന്നദ്ധരായി മുന്നോട്ട് വന്നു എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. അതായത് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അത്തരത്തിൽ ഒരുപാട് സുമനസ്സുകളുടെ സഹായവും ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സക്സസ് ആവാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾക്ക് ഇത്രയും ലക്ഷക്കണക്കിന് വീടുകൾ വെച്ച് നൽകാനും സഹായകമായിട്ടുള്ളത്. കാരണം ഒരുപാട് ആളുകൾ മണ്ണ്, അവരുടെ ലാൻഡ് അവർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പ്രാദേശിക ഭരണകൂടങ്ങളും ഇതിലേക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് മിഷൻ ഇത്രയും സക്സസ് ആവാനുള്ള ഒരു കാരണം. ഇനി നമ്മൾ പോകുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ്. ആർക്കൊക്കെയാണ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് കിട്ടാൻ അർഹതയുള്ളത്? ഹു ഓൾ ആർ എലിജിബിൾ ഫോർ ദി സ്കീം. പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ജീവിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് കിട്ടാൻ അർഹതയില്ല. മാത്രമല്ല ഈ ഒരാൾക്ക് സ്വന്തമായിട്ട് വീടോ ഭൂമിയോ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഈ കുടുംബത്തിന്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ആരാണോ അപ്ലൈ ചെയ്യുന്നത് അയാളുടെ കുടുംബത്തിന്റെ പ്രതിവർഷ വരുമാനം 3 ലക്ഷം രൂപയോ അതിൽ കുറവോ ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. മാത്രമല്ല വാലിഡ് ആയിട്ടുള്ള ഒരു റേഷൻ കാർഡും ആധാർ കാർഡും ഈ ഒരാൾക്ക് ഉണ്ടായിരിക്കണം. SC ST കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് ലഭിക്കുന്നു. അതുമാത്രമല്ല മത്സ്യത്തൊഴിലാളികൾ,
അംഗവൈകല്യം സംഭവിച്ച ആളുകൾ, വിധവകൾ, മുതിർന്ന പൗരന്മാർ അഥവാ സീനിയർ സിറ്റിസൺസ്, ഇത്തരത്തിലുള്ള ആളുകൾക്കും ലൈഫ് മിഷൻ പദ്ധതിയിൽ പ്രയോറിറ്റി ലഭിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കാനുള്ള യോഗ്യതയില്ല. മാത്രമല്ല ഇത്രയൊക്കെ കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ പോലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതായത് നിങ്ങളുടെ ആധാർ കാർഡ് വേണ്ടിവരും, നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. മാത്രമല്ല നിങ്ങൾ ഡിസബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ, അതായത് അംഗവൈകല്യം ഉള്ള ആളാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇത്തരത്തിൽ ഒരുപാട് ഡോക്യുമെന്റ്സ്, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കുന്നതിനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. നമുക്ക് രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാം. ഒന്ന് ഓൺലൈൻ ആയിട്ടും ഒന്ന് ഓഫ്ലൈൻ ആയിട്ടും. ഓൺലൈൻ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം നമ്മൾ life2020.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുക. ശേഷം വരുന്ന OTP വെച്ച് ലോഗിൻ ചെയ്യുക. പിന്നീട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ വിവരങ്ങൾ അവിടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ, നിങ്ങളുടെ വരുമാനം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അത് ആഡ് ചെയ്യുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. എന്തൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പ്രധാനമായിട്ട് വേണ്ടത് എന്നുള്ളത്. അവയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ശേഷം ഇത് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കാനുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യപ്പെട്ടതായിട്ട് മനസ്സിലാവും. ഈ സബ്മിഷന് ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിങ്ങളുടെ എല്ലാ രേഖകളും പരിശോധിക്കുന്നു. അതായത് നിങ്ങൾ ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് വീട് ലഭിക്കാനുള്ള യോഗ്യതയുണ്ടോ, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം വളരെ പ്രോപ്പർ ആണോ, ഒറിജിനൽ ആണോ, അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടോ, ഇവയെല്ലാം അവർ വളരെ കൃത്യമായിട്ട് അവർ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് അവർ വന്ന് സന്ദർശിക്കാനുള്ള സാധ്യത വരെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കാൻ യോഗ്യതയുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഗവൺമെന്റിന്റെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിങ്ങളുടെ പേര് അവർ ആഡ് ചെയ്യും. ഇനി ഓഫ്ലൈൻ മെത്തേഡ് ആണ്. ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റി ഓഫീസിലോ പോവുക. അതായത് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം ഏത് ഭരണകൂടത്തിന് കീഴിലാണ് വരുന്നത്, പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ, ഏതിലാണോ വരുന്നത്, അവരുടെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് ലൈഫ് മിഷന്റെ ഫോം പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്ത് മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബത്തിന്റെ ജീവിതവും സാമ്പത്തികമായി സുരക്ഷിതമാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി, നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവി അവതാളത്തിലാവരുത്. അവിടെയാണ് ഒരു ടേം ഇൻഷുറൻസിന്റെ പ്രാധാന്യം. പ്രതിമാസം 400 മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ പോളിസി ബസാറിൽ നിന്നും നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് ലഭിക്കുന്നു. 51ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് പോളിസി ബസാറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കാം. മാത്രമല്ല 15% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നു. കോടികളുടെ കവറേജ് ആണ് പോളിസി ബസാർ നിങ്ങൾക്ക് നൽകുന്നത്. ടേം ഇൻഷുറൻസ് മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസും പോളിസി ബസാറിൽ അവൈലബിൾ ആണ്. പ്രതിമാസം 400 മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസിൽ കോടികളുടെ കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല 25% ഡിസ്കൗണ്ടും ലഭ്യമാണ്. എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകൾക്കും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ലഭ്യമാണ്. മാത്രമല്ല 51ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഇവിടെ അവൈലബിൾ ആണ്. സോ പോളിസി ബസാറിൽ നിന്ന് നിങ്ങൾ ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് വാങ്ങാവുന്നതാണ്. സോ ലൈഫ് മിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് അവർക്ക് സമൂഹത്തിൽ ഉന്നതിയിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരാൻ സഹായിക്കുന്ന ഒരു പദ്ധതി. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കയറി കിടക്കാൻ ഒരു വീടാണ്, അല്ലെ? സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു കഷ്ടത ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കാൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഒരുപാട് ആളുകൾക്ക് ഓൾറെഡി വീടുകൾ ലഭിച്ചു കഴിഞ്ഞു. അവർ അവരുടെ കുടുംബം സുരക്ഷിതമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ അവർ ജീവിച്ചു പോകുന്നു. സൗജന്യമായിട്ടോ സബ്സിഡി നിരക്കിലോ ആൾക്കാർക്ക് വീടുകൾ ലഭിച്ചു. അതുകൂടാതെ ഭൂമിയില്ലാത്ത ആളുകൾക്ക്, സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ആളുകൾക്ക് പല ജില്ലകളിലായിട്ട് അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളും ഓൾറെഡി പണിഞ്ഞു കഴിഞ്ഞു ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വീടിന്റെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി അല്ല, അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹ വിഭാഗമല്ല. അവർക്കും സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് വരണം, അവർക്കും വീടിന്റെ ഓണർഷിപ്പ് കൊടുക്കണം, അവരും ഗൃഹനാഥമാരാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വീടിന്റെ ഓണർഷിപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് വിപ്ലവകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ പാരിസ്ഥിതിക സൗഹാർദ്ദപരമായ വീടുകൾ കെട്ടിപ്പടുക്കാനും ഗവൺമെന്റ് ശ്രദ്ധിച്ചു. മാത്രമല്ല വീടിന് യോഗ്യരായ ആളുകളെ കണ്ടെത്തുന്നതിൽ സുതാര്യത വരുത്താനും സർക്കാർ ശ്രദ്ധിച്ചു. ഇത് ലോക്കൽ ബോഡീസും അതുപോലെ തന്നെ പബ്ലിക് ലിസ്റ്റും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. എന്നിരുന്നാൽ പോലും ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചും ധാരാളം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവയും കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫണ്ട് ഇഷ്യൂ കാരണം ചില ലൈഫ് മിഷൻ പ്രോജക്റ്റുകൾ ഡിലേ ആവുന്നു അല്ലെങ്കിൽ വീട് കെട്ടാൻ വൈകുന്നു എന്ന തരത്തിലുള്ള ധാരാളം ഇഷ്യൂസ് ഉയർന്നു വന്നിട്ടുണ്ട്.
ഇതുവരെ. മാത്രമല്ല ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷമുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സ് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥർ അത്ര വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും പല സ്ഥലത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ ഗുണഭോക്താക്കളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അർഹിക്കുന്ന പലർക്കും ലഭിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൂടാതെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകളുടെ മെയിന്റനൻസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പദ്ധതിയിലേക്കുള്ള ഫണ്ടിന്റെ ഒരു ഭാഗം ലോൺ വഴി വരുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് തന്നെ ഗവൺമെന്റിന് ആവശ്യമുണ്ട്. ഒരു ചെറിയ പാളിച്ച മതി അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സർക്കാരിന് ഉണ്ടാക്കാം. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ലൈഫ് മിഷൻ, ആർക്കൊക്കെയാണ് ലൈഫ് മിഷൻ പ്രകാരം വീട് ലഭിക്കാൻ യോഗ്യതയുള്ളത്, എങ്ങനെയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈഫ് മിഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ എത്ര വീടുകൾ കെട്ടിക്കൊടുത്തു, എത്ര വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, 2026 ആകുമ്പോഴേക്കും 6,50,000 വീടുകൾ കെട്ടിപ്പടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ബോസ്വാന മലയാളം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.